മരുഭൂമിയിലെ മണൽത്തിട്ടകൾക്കിടയിലെ ഒരു നിശബ്ദമായ രാത്രി. റമളാനിലെ 17ാം രാത്രിയായിരുന്നു അത്. ആകാശം പോലും നിശ്ചലമായി നിൽക്കുന്നത് പോലെ, കാറ്റ് പോലും മൃദുവായി വീശുന്നത് പോലെ അവിടെ ഒരു ചെറിയ സംഘം നിൽക്കുന്നുണ്ട്. അവർ വെറും 313 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ ഹൃദയത്തിൽ ഒരു ശക്തിയുണ്ടായിരുന്നു, അള്ളാഹുവിലുള്ള ഉറച്ച ഈമാൻ. എന്നാൽ അവരുടെ മുന്നിൽ നിന്നതോ അള്ളാഹുവിന്റെ പ്രിയദൂതൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. ആ രാത്രി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആകാശത്തേക്ക് കൈകൾ ഉയർത്തി നിൽക്കുന്നുണ്ട്. കൂടിയവരുടെ കണ്ണിൽ കണ്ണുനീർ പൊഴിക്കുന്നുണ്ട്. ആ ഹൃദയം തകർക്കുന്ന ഒരു ദുആ ഉണ്ടായിരുന്നു. യാ അല്ലാഹ്, ഇവരാണ് ഇന്ന് നിന്റെ വഴിയിൽ നിൽക്കുന്നവർ. അവരില്ലാതായാൽ ഭൂമിയിൽ നിന്നെ ആരാധിക്കാൻ ആരാണ് ഉണ്ടാവുക? ആ ദുആയുടെ കണ്ണീർ മരുഭൂമിയിലെ മണലിൽ ഉറ്റുവീണപ്പോൾ ആകാശം പോലും അതിനെ അവഗണിച്ചില്ല എന്നുള്ളതാണ് സത്യം. കാരണം അവരുടെ മുന്നിൽ ശത്രുക്കളെ നിന്നത് 1000-ൽ പരം വരുന്ന വലിയ സന്നാഹങ്ങളുള്ള സൈന്യമായിരുന്നു. പക്ഷേ ആ ചെറിയ വിശ്വാസികളുടെ സംഘം പിന്നോട്ട് പോകാൻ അറിയാത്തവരായിരുന്നു. കാരണം അവരുടെ ഹൃദയം നിറച്ചത് അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസമായിരുന്നു. അവിടെ നിന്നാണ് ആരംഭിച്ചത് ആ ചരിത്രത്തിലേക്കുള്ള ആ മഹത്തായ ദിവസം. ആ ദിവസം ആകാശം ഭൂമിയോട് കരുണ കാണിച്ചിട്ടുണ്ടായിരുന്നു. മാലകമാരുടെ സൈന്യം ഇറങ്ങി സത്യത്തിനൊപ്പം നിന്ന ആ വിശ്വാസികൾക്ക് വിജയം കൈവരിക്കാനായി. ആ ദിനം മുതൽ ലോകം അവരെ സ്നേഹത്തോടെ വിളിക്കുന്നുണ്ട് ബദരീങ്ങൾ. അതെ, ഇന്ന് റമളാൻ 17 വിശ്വാസികൾ കണ്ണീരോടെ ഓർക്കുന്ന ദിവസം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മദദ് നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ.